കാലചക്രത്തിന്റെ ഭ്രമണത്തിൽ ഓരോ പുതുവർഷവും നമുക്ക് മുന്നിൽ തുറക്കുന്നത് പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും പുതിയ വാതിലുകളാണ്. എന്നാൽ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജനുവരി എന്നത് വെറുമൊരു മാസമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. നക്ഷത്രമണ്ഡലത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാത്തിന്റെയും അടിസ്ഥാനം അഥവാ വേരാണ്. വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് ഒരു വൃക്ഷം ആകാശത്തേക്ക് പടർന്നു പന്തലിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളെ തളർത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കായി നിങ്ങളെ പാകപ്പെടുത്താനായിരുന്നു എന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. 2026 ജനുവരി മാസത്തിന്റെ ഓരോ പകലുകളും രാത്രികളും നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നക്ഷത്രമാണ് മൂലം. മൂലം മട്ടുവിനെ മുടിക്കുമെന്ന ചൊല്ല് പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ തടസ്സങ്ങളെ വേരോടെ പിഴുതെറിയാൻ കഴിവുള്ളവരാണ് മൂലം നക്ഷത്രക്കാർ. 2026 ജനുവരി മാസം നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവ് പുറത്തെടുക്കേണ്ട സമയമാണ്. വർഷാരംഭത്തിൽ തന്നെ പ്രകൃതിയും പ്രപഞ്ചവും നിങ്ങൾക്ക് അനുകൂലമായ ഊർജ്ജമാണ് പ്രസരിപ്പിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പുതിയ പ്രഭാവം ഈ മാസം പ്രകടമാകും. വാക്കുകളിൽ ആത്മവിശ്വാസവും പ്രവൃത്തിയിൽ നിശ്ചയദാർഢ്യവും നിറയ്ക്കുന്ന കാഴ്ചയായിരിക്കും ജനുവരിയിൽ നാം കാണുക. ജീവിതത്തിൽ ഒരിക്കലും തളരാത്ത പോരാളികളാണ് നിങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച സാമ്പത്തികമായ അസ്ഥിരതകളോ തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങളോ ഈ ജനുവരിയോടെ വഴിമാറുകയാണ്. ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ വിതച്ച വിത്തുകൾ മുളച്ചു തുടങ്ങുന്ന കാലമാണിത്. കഠിനാധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കാത്തതിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ ജനുവരിയിൽ ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ പോകുന്നു. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങൾ നീളുന്നതും ശത്രുക്കൾ പോലും നിങ്ങളുടെ കഴിവ് അംഗീകരിക്കുന്നതും ഈ മാസത്തിന്റെ സവിശേഷതയാണ്. മൂലം നക്ഷത്രക്കാർ ചിന്താശീലരും ആഴത്തിൽ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവരുമാണ്. 2026 ജനുവരിയിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പഴയകാലത്തെ പരാജയങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വെടിഞ്ഞ് വർത്തമാനകാലത്ത് എങ്ങനെ വിജയിക്കാം എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മനസ്സൊരു കരിങ്കല്ല് പോലെ ഉറപ്പുള്ളതാവുകയും ഏതു പ്രതിസന്ധിയെയും പുഞ്ചിരിയോട് നേരിടാൻ നിങ്ങൾ പ്രാപ്തരാവുകയും ചെയ്യും. ആത്മീയമായ ഒരു ഉണർവ് ഈ മാസം നിങ്ങളിൽ പ്രകടമാകും. അത് വെറുമൊരു ദൈവവിശ്വാസമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കരുത്തിനെ തിരിച്ചറിയുന്ന ഒരു ബോധോദയമായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു അർത്ഥം കണ്ടെത്താനും സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും ഈ ജനുവരി നിങ്ങൾക്ക് അവസരം നൽകും. സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം കെട്ടിപ്പടുക്കാനുള്ള അടിത്തറ നിങ്ങൾ ഈ മാസം പാകും. തൊഴിൽ മേഖലയിൽ നിങ്ങൾ കാത്തിരുന്ന ആ വലിയ അവസരം, അതൊരു സ്ഥാനക്കയറ്റമാകാം, അല്ലെങ്കിൽ പുതിയൊരു സംരംഭമാകാം, അത് നിങ്ങളെ തേടിയെത്തും. 2026 ജനുവരി മാസം മൂലം നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ നേട്ടങ്ങളുടെ മാസമാണ്. പകുതി വഴിയിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാംസ്കാരിക മേഖലയിലുള്ളവർക്കും പുതിയ പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ തേടിയെത്താം. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ധൈര്യം ലഭിക്കുകയും ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കോ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനും ഈ മാസം സാധിക്കും. പ്രത്യേകിച്ചും 3ാം ഭാവത്തിലെ രാഹുവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അസാമാന്യ ധൈര്യവും മനക്കരുത്തും നൽകും. ഉദ്യോഗസ്ഥർക്ക് ഈ മാസം ജോലിഭാരം അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അർദ്ധാഷ്ടമ ശനിയുടെ സ്വാധീനമുള്ളതിനാൽ സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിലേക്ക് മെച്ചപ്പെട്ട ശമ്പളത്തോടെ മാറാനോ അവസരം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ജനുവരി മാസം ലാഭകരമായിരിക്കും. പുതിയ പങ്കാളികളെ ബിസിനസ്സിൽ ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കൺസൾട്ടൻസി, എഴുത്ത്, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് ഈ മാസം വലിയ പുരോഗതി ഉണ്ടാകും. ശമ്പള വർധനവിനോ അല്ലെങ്കിൽ അധിക വരുമാനം ലഭിക്കുന്ന പാർട്ട് ടൈം ജോലികൾക്കോ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പുതിയ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനത്തിനോ വേണ്ടി പണം മാറ്റിവെക്കേണ്ടി വരും. കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ പേരിൽ പുതിയ സ്വത്തുക്കളോ ആഭരണങ്ങളോ വാങ്ങാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും ഈ മാസം വഴിതെളിയും. ശനിയുടെ 4ാം ഭാവത്തിലെ സ്വാധീനം കാരണം അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കരുത്. മക്കളുടെ പഠനത്തിലോ കരിയറിലോ വലിയ പുരോഗതി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അഭിമാനം നൽകും. മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കും.
തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനോ പുണ്യനദികളിൽ സ്നാനം ചെയ്യാനോ അവസരം ലഭിക്കും. മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് ഗുണകരമാകും. കേതു 9ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളെ തത്വചിന്തകളിലേക്ക് നയിക്കും. ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും ഈ കാലയളവ് അനുയോജ്യമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരും. മുൻകോപം നിയന്ത്രിക്കാൻ സാധിക്കുന്നത് വലിയൊരു വിജയമായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവം വളർത്തിയെടുക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ ജനുവരിയിൽ ജാഗ്രത വേണം. അസ്ഥി സംബന്ധമായ വേദനകൾ അല്ലെങ്കിൽ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും പിന്തുടരുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ആഗ്രഹിച്ച ബലം ലഭിക്കൂ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാസാവസാനം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ 2ാം പകുതി ഗുണകരമാണ്. വസ്തു സംബന്ധമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ സാധിക്കും. ജനുവരി മാസം 1ാം വാരം പുതിയ തുടക്കങ്ങളുടെ വാരമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുടെ സന്ദർശനം സന്തോഷം നൽകും. മാസത്തിന്റെ 2ാം വാരം ജോലിയിൽ സമ്മർദ്ദം അനുഭവപ്പെടാം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ദൂരയാത്രകൾ വേണ്ടിവരും. 3ാം വാരം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സ്വർണമോ പുതിയ വസ്ത്രങ്ങളോ വാങ്ങും. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. 4ാം വാരം സാമ്പത്തിക ഇടപാടുകളിൽ ലാഭമുണ്ടാകും. പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും. മാനസികമായ സമാധാനം അനുഭവപ്പെടും. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. എല്ലാ മാസവും കൃഷ്ണപക്ഷ ചതുർത്ഥിയിലോ അല്ലെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിലോ ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ശനിദോഷ കാഠിന്യം കുറയ്ക്കാൻ ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുകയോ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയോ ചെയ്യുക. കേതുവിന്റെ നക്ഷത്രമായതിനാൽ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ പയർദാനം ചെയ്യുന്നത് ഗുണകരമാണ്. ശനിയാഴ്ചകളിൽ നിർധനരായവർക്ക് കറുത്ത വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് അർദ്ധാഷ്ടമ ശനിയുടെ ദോഷം കുറയ്ക്കും. സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പതിവായി ഗണപതിയെ ഭജിക്കുന്നതും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ്. മൂലം, അശ്വതി, മകം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാണ്. നക്ഷത്രാധിപനായ കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി കേതുശാന്തി ഹോമം നടത്തുന്നത് നല്ലതാണ്. രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനായി ഗുരുശാന്തി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. മൂലവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഐശ്വര്യപ്രദമാണ്. ഇവർക്ക് അനുകൂലമായ രത്നം വൈഡൂര്യമാണ്. എന്നാൽ വജ്രം ഇവർക്ക് അത്ര അനുകൂലമല്ല. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യം നൽകുന്നവയാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ സങ്കീർണവും എന്നാൽ ആകർഷകവുമായ വ്യക്തിത്വത്തിനുടമകളാണ്. ആഴത്തിലുള്ള ചിന്തകളും ശക്തമായ നിലപാടുകളും നേതൃപാടവവും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുമെങ്കിലും തങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് അവയെല്ലാം തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. 2026 ജനുവരി മാസം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെയും പക്വതയുടെയും കാലമാണ്. വ്യാഴത്തിന്റെയും രാഹുവിന്റെയും അനുകൂലമായ സ്ഥാനം നിങ്ങളെ മുന്നോട്ട് നയിക്കും. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. സാമ്പത്തിക അച്ചടക്കവും കുടുംബാംഗങ്ങളുമായുള്ള നല്ല ആശയവിനിമയവുമാണ് ഈ മാസത്തെ നിങ്ങളുടെ വിജയമന്ത്രങ്ങൾ.